ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭായോഗം നാളെ ഓൺലൈനായിട്ടാണ് പ്രത്യേക മന്ത്രിസഭായോഗം ചേരുക. അജണ്ടകൾ വളരെ വേഗത്തിൽ അംഗീകാരം നൽകാനുള്ള തീരുമാനമാണ്. സുപ്രധാന തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന വിവരവുമുണ്ട്. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, നാളെ ഓൺലൈനായി മന്ത്രിസഭായോഗം ചേരുമ്പോൾ എന്തൊക്കെയാണ് അജണ്ട? ഏതൊക്കെ കാര്യങ്ങളിലാണ് പെട്ടെന്ന് തീരുമാനം വരാനിരിക്കുന്നത്? റോഷിപാൽ. സ്മൃതി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കണക്കാക്കിയാണ് പ്രത്യേക മന്ത്രിസഭായോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത്. കാരണം അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി നിയമസഭാ സമ്മേളനം വീണ്ടും ചേരുന്നുണ്ട്. അതോടെ നിയമസഭാ സമ്മേളനം അവസാനിക്കാനാണ് സാധ്യത. നേരത്തെ ഷെഡ്യൂളിൽ അത് മാർച്ച് മാസം വരെ നീണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് സർക്കാർ ഇനി പ്രഖ്യാപിക്കാനുള്ള കാര്യങ്ങൾ, അതിനൊപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാൻ, ചില പ്രധാനപ്പെട്ട പദ്ധതികൾക്കുള്ള അംഗീകാരം നൽകാൻ അടക്കമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ മന്ത്രിസഭയുടെ പരിഗണനയിലുണ്ട്. ഇതൊക്കെ വേഗത്തിൽ തീർക്കാൻ അങ്ങനെയാണ് മന്ത്രിസഭായോഗം പ്രത്യേകമായി ഓൺലൈനിൽ ചേരുന്നത്. ഒരുപക്ഷെ ഈ വരുന്ന അടുത്ത ബുധനാഴ്ച കൂടി മന്ത്രിസഭായോഗം ചേരാനുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു മുമ്പ് സർക്കാരിന് പ്രഖ്യാപിക്കാനുള്ള കാര്യങ്ങൾ, സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ ഈ മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഫയലുകൾ ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നാളെ ചേരുന്ന ഈ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് വലിയ പ്രത്യേകതകൾ ഉണ്ടാകും. കാരണം ഇതിൽ വരുന്ന ഫയലുകൾ വളരെ പ്രധാനപ്പെട്ടതാകും. വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയടക്കമുണ്ട്. ഏതായാലും അതിന്റെ അജണ്ട വ്യക്തമല്ല. എന്നാലും നിലവിൽ അതിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലടക്കം പരിഗണിക്കേണ്ടിയിരുന്ന മാറ്റിവെച്ച പല പ്രധാനപ്പെട്ട ഫയലുകളുമുണ്ട്. അതൊക്കെ ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണന വരും. നിലവിൽ പരമാവധി ഫയലുകൾക്ക് അംഗീകാരം നൽകുക എന്ന് തന്നെയാണ് ഈ മന്ത്രിസഭാ യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്മൃതി. ശരി.